ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നാഷണൽ അപ്പോസ്റ്റോലിക് മീഡിയയുടെ അപ്പോസ്റ്റോലിക് ഡെയിലി മന്ന എന്ന ഈ മോർണിംഗ് ഡിവോഷനിൽ അല്പസമയം ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തന്ന കൃപയ്ക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായിട്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കാനിരിക്കുന്നത് ദൈവത്തിൻ്റെ കറുത്ത മുത്ത് എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കറുത്ത മുത്ത് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് ബ്ലാക്ക് പെപ്പറാണ് എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം. കുരുമുളക്. എന്നാൽ ഇന്ന് ഞാൻ കുരുമുളകിനെ കുറിച്ചല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കറുത്ത മുത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു വേദഭാഗം വായിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 23-ാമത്തെ തിരുവെഴുത്ത്. കൂശന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. പ്രിയരെ, നമ്മൾ ഇന്ന് വായിച്ച ഈ വേദഭാഗത്തിൽ കൂശ്യൻ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടു. കൂശ്യനെ കുറിച്ച് നമ്മൾ ബൈബിളിൻ്റെ തുടക്കകാലം മുതൽ ഇങ്ങനെ ആ കൂശ്യനെ കുറിച്ച് പറയുന്നുണ്ട്. നോഹയുടെ 3 പുത്രന്മാരായിരുന്ന ഷേം, ഹാം, യാഫേത്ത്. അതിൽ ഹാമിൻ്റെ പുത്രന്മാരിൽ പെടുന്ന ഒരാളാണ് കൂശ്. ഉൽപ്പത്തി പുസ്തകം 10:6 ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിസ്രൈമി, പൂത്ത്, കനാൻ തുടങ്ങിയ പേരുകൾ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കൂശിൻ്റെ പുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ഉൽപ്പത്തി 10:7 കൂശിൻ്റെ പുത്രന്മാർ സെബ, ഹവീല, സബ്ദ, രമ, സബ്തേക്ക. അതുപോലെ രമയുടെ പുത്രന്മാർ ഷേബയും ദദാനും. ഇങ്ങനെ നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുന്നു. കൂശിൻ്റെ പുത്രന്മാരിൽ ഹവീല എന്നൊരു വാക്ക് നമ്മൾ കാണുന്നുണ്ട്. അത് ഹാമിൻ്റെ തലമുറയിൽ വരുന്നതാണ്. ഹാമിൻ്റെ തലമുറയിൽ പെട്ട കൂശിനെ കുറിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ 4 നദികൾ ഒഴുകുന്ന ഏദൻ തോട്ടത്തിൻ്റെ ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 2-ാം നദിക്ക് ഗീഹോൻ എന്ന പേർ. അത് കൂശ് ദേശമൊക്കെയും ചുറ്റുന്നു. അപ്പോൾ അങ്ങനെ അവിടെ കൂശിനെ കുറിച്ച് നമ്മൾ ആ വചനഭാഗത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. പ്രിയരെ, നമ്മൾ ഈ കൂശിനെ കുറിച്ച് ഞാൻ പറയുന്നു. കൂശ് എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ പൂർവ്വപിതാക്കന്മാരെ കുറിച്ചാണ് കൂശ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ വംശത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതി ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഭൂമിയിലെ ആദ്യത്തെ നായാട്ട് വീരനായിരുന്ന നിമ്രോദിനെ കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 10:8 പറയുന്നു, കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു, അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. ഇന്നത്തെ കാലത്ത് ഏറ്റവും ശക്തനായ ഒരു വലിയ മഹാനായ വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്. അത് കൂശിൻ്റെ മകൻ നിമ്രോദായിരുന്നു. നിമ്രോദിൻ്റെ ചരിത്രമൊക്കെ നമുക്കറിയാം, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്നാൽ കൂശ് ദേശത്ത് ഒഴുകുന്ന നദിയിൽ വളരെ വിശേഷമുള്ള പൊന്ന് ഉണ്ടെന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. യോബിൻ്റെ പുസ്തകം 28:19 വചനം വായിക്കുന്നത്, കൂശിലെ പുഷ്പരാഗം അതിനോട് ഒക്കുന്നില്ല, തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാവുന്നില്ല. അപ്പോൾ കൂശിൽ പുഷ്പരാഗമുണ്ടെന്നും അവിടെ വിലയേറിയ പൊന്നുണ്ടെന്നും, ഹവീല ദേശത്ത് ഗുൽഗുലുവും ഗോമേതകവും വിലയേറിയ പൊന്നുണ്ടെന്നും ഒക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആഫ്രിക്കയുടെ ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന കറുത്ത തൊലിയുള്ള മനുഷ്യരുടെ ആ നാട്ടിൽ വിലയേറിയ ചില മുത്തുകൾ മറിഞ്ഞിരിക്കുന്നതായിട്ട് ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ മണ്ണിനടിയിൽ നിന്ന് കിട്ടുന്ന വിലയേറിയ രത്നങ്ങളെക്കാൾ, പൊന്നിനേക്കാൾ അവിടെയുള്ള ജനവിഭാഗത്തോട് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാനും ചിന്തിക്കാനും കഴിയണം. നമ്മൾ ദൈവവചനത്തിൽ വായിച്ച ആദ്യത്തെ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, കൂശിന് തൻ്റെ ത്വക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? പുള്ളിയുടെ പുള്ളി എന്ന് പറയുന്നത് അതിൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ശരീരഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതിനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒന്നാണ്. അതുപോലെയാണ് കൂശിന് തൻ്റെ ത്വക്ക്. അത് നമ്മൾ ബ്ലാക്സ് എന്ന് വിളിക്കുന്ന കൂശിൻ്റെ ത്വക്കിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ദൈവഭാഗം കിടക്കുകയാണ്. അവൻ്റെ ത്വക്ക് മാറ്റുവാൻ കഴിയുമോ? നമുക്കറിയാം, ആഫ്രിക്കൻ വംശജനായിരുന്ന മൈക്കിൾ ജാക്സൺ തൻ്റെ ത്വക്ക് മാറ്റി
താൻ പ്ലാസ്റ്റിക് സർജറിയിലൂടെ വൈറ്റാക്കി മാറ്റിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ പുറമേയുള്ള ശരീരത്തിൻ്റെ ത്വക്ക് മാറ്റുവാൻ ആധുനിക ശസ്ത്രക്രിയയ്ക്കും പ്ലാസ്റ്റിക് സർജറിക്കൊക്കെ കഴിയും. എന്നാൽ മനുഷ്യന് ശീലിച്ചിരിക്കുന്ന സ്വഭാവം മാറ്റുവാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ദോഷം ചെയ്യുവാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ കഴിയും. നമ്മൾക്കെപ്പോഴും നമ്മൾ പ്രകൃതിയാൽ ദോഷം ചെയ്ത് ജീവിച്ചവരാണ്, ദൈവത്തോട് അകന്ന് ജീവിച്ചവരാണ്, ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ ജീവിച്ചവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുത്തുവാൻ കൃത്യമായിട്ട് കഴിയും എന്നുള്ള തിരുവെഴുത്തിനെ നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, കർത്താവായ യേശുവിൻ്റെ കാലത്ത് കുറേനക്കാരനായ ശിമിയോൻ, ആ ശിമോനെ കുറിച്ച് കൃത്യമായിട്ട് അവൻ ആ കാലഘട്ടത്തിൽ ആഫ്രിക്കൻ പ്രദേശത്തിൽ വളർന്ന അല്ലെങ്കിൽ ജീവിച്ച വ്യക്തി. യെരുസലേമിൽ അന്നത്തെ കാലത്ത് റോമാക്കാർ ഭരിക്കുന്നത് കൊണ്ട് അവൻ യെരുസലേമിലായിരുന്നു പാർത്തിരുന്നത്. വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശിമോനെ ക്രൂശ് ചുമക്കുവാൻ നിർബന്ധിച്ചു. നോക്കിയാട്ടെ, നല്ല ആരോഗ്യവും നല്ല ഹൈറ്റും ശരീരമൊക്കെ ഉള്ള ഒരു വ്യക്തിയെ പെട്ടെന്ന് തന്നെ നിർബന്ധിച്ച് ആ ക്രൂശ് ചുമക്കുവാനായിട്ട് കൊണ്ടുവരുന്ന ഒരു ഭാഗം നമുക്കറിയാം. നിർബന്ധിച്ച് ചുമപ്പിച്ച ക്രൂശ് അലക്സാണ്ടറിൻ്റെയും ഡൂഫസിൻ്റെയും അപ്പനായ ഷീമോനെ കുറിച്ച് അലക്സാണ്ടറിൻ്റെയും ഡൂഫസിൻ്റെ അപ്പൻ എന്നുള്ള രീതിയിൽ നമ്മൾ വചനം വായിക്കുന്നുണ്ട്. പ്രിയരെ, അപ്പൻ ക്രൂശ് ചുമന്നതുകൊണ്ട് മക്കൾ അനുഗ്രഹിക്കപ്പെട്ടു എന്നുള്ള ഒരു വലിയ ചിന്ത നമുക്കവിടെ കാണുവാൻ കഴിയും. ഇവിടെ നോക്കിയാട്ടെ, ഒരു വംശത്തിൽപ്പെട്ട അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ജീവിത സാഹചര്യമുള്ള യഹൂദ കുലത്തോടോ കുടുംബത്തോടോ യാതൊരു ബന്ധവുമില്ലാത്ത മറ്റൊരു വിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ എല്ലാ തരത്തിലും ഇസ്രായേലിനോട് അകന്ന് ജീവിക്കുന്ന, എപ്പോഴും ഇസ്രായേലിൻ്റെ എതിരെ യുദ്ധത്തിന് വന്ന ആ കൂശ്യ വംശത്തിൽപ്പെട്ട ഒരാളെ പടയാളികൾ നിർബന്ധിച്ച് ക്രൂശ് ചുമപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമ്മളെ നിർബന്ധിച്ച് ചിലപ്പോൾ ചെയ്യേണ്ടതായിട്ട് നമ്മൾ വരും. കർത്താവ് യേശു പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എന്നെ അനുഗമിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുന്നില്ല. കർത്താവ് യേശുവിൻ്റെ ക്രൂശ് അന്ന് ചുമക്കുവാൻ കുറേനക്കാരനായ ശിമോനെ നിർബന്ധിച്ച് ചുമപ്പിച്ചു. എന്നാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. അവൻ്റെ പുറമേയുള്ള ത്വക്കും തൊലിയും ഇരുണ്ട നിറവും ഒക്കെയായിരുന്നില്ല അവൻ്റെ അകമേ. ആ നിർബന്ധിക്കപ്പെട്ട് ചുമക്കുന്നതിലൂടെ അവൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളം തെളിയുവാൻ തുടങ്ങി. അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തേജസ്സുള്ള ഒരു മകനായി, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാഗൽഭ്യമുള്ള, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിലയേറിയ ഒരു മുത്തായിട്ട് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കുറേനക്കാരനായ ശിമോനിലൂടെ വരുന്നത്. അതുപോലെ നമ്മൾ അപ്പോസ്തലപ്രവൃത്തി വായിക്കുമ്പോൾ എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണനായിരുന്ന ആ ഭണ്ഡാര വിചാരക്കാരൻ യെരുസലേമിൽ വന്ന് വണങ്ങിയിട്ട് നമസ്കരിച്ചിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയും ആ വായിക്കുന്ന പുസ്തകത്തിനും തനിക്ക് ഗ്രഹിക്കാൻ കഴിയാത്ത പല കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ദൈവം ഫിലിപ്പോസിനെ അവിടേക്ക് അയക്കുകയും ഫിലിപ്പോസ് ഷണ്ണൻ്റെ തേരിനോട് ചേർന്ന് നടക്കുകയും ഒടുവിൽ ഫിലിപ്പോസ് ആ വചനങ്ങളുടെ പൊരുളുകൾ ആ ഷണ്ണന് തിരിച്ചു കൊടുക്കുകയും അത് ഷണ്ണൻ മനസ്സിലാക്കുകയും പോകുന്ന വഴിക്ക് വെള്ളം സ്നാനത്തിന് എന്ത് തടസ്സമെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കുവാനിടയായി. നോക്കിയാട്ടെ, പുറമേ ത്വക്ക് കറുത്തവനായിരുന്നു, ഇരുൾ നിറവുള്ളവനായിരുന്നു. എന്നാൽ അവൻ ക്രിസ്തുവിനെ സ്വീകരിച്ചതിലൂടെ അവൻ ഒരു മുത്തായി മാറുകയാണ്, ദൈവസന്നിധിയിൽ തേജസ്സുള്ളതായി മാറുകയാണ്. പുറമേ ഇരുണ്ട നിറത്തിലുള്ള അവഗണിക്കപ്പെട്ട, എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട ആ വ്യക്തികളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും ദൈവത്തിന് പ്രിയമുള്ള, ദൈവത്തിൻ്റെ കറുത്ത മുത്തായി ദൈവത്തിൻ്റെ സന്നിധിയിൽ തേജസ്സോടെ കാണുകയാണ്. പ്രിയരെ, ഇന്ന് നമ്മൾ ചിന്തിച്ച ഈ വചനഭാഗങ്ങളിൽ ദൈവം പുറമേ നമ്മളെ നോക്കുന്നില്ല. പുറമേയുള്ള ജീവിത സാഹചര്യമോ, പുറമേയുള്ള നമ്മുടെ കളറോ, പുറമേയുള്ള നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ദൈവം നമ്മളെ അതിൻ്റെ അപ്പുറമായിട്ട് നമ്മുടെ ഉള്ളിലെ ഒരു ആത്മീയ തേജസ്സിനായിട്ട് നമ്മളെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ എത്ര വിലയേറിയവരായി മാറുന്നു. കുറേനക്കാരനായ ശിമോൻ എത്ര വിലയേറിയവനായി മാറി. എത്യോപ്യ രാജ്ഞിയുടെ ഷണ്ണൻ സഭയെ സംബന്ധിച്ച് എത്ര വിലയേറിയവനായി മാറി. എത്ര പൊന്നുപോലെ, തങ്കം പോലെ, രത്നം പോലെ അവരുടെ ജീവിതം മാറിയിരിക്കുകയാണ്. പ്രിയരെ, നമുക്കും ഈ ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മളെ എത്ര തേജസ്സുള്ളതാക്കി മാറ്റുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ഈ വചനങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, തിരുക്കരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് ഏറ്റവും പ്രയോജനമായ പ്രകാരം, ദൈവത്തിന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മുത്തുകളായി തീരുവാൻ കർത്താവിൻ്റെ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണം. നീ വചനം കേട്ട എല്ലാവർക്കും ദൈവതേജസ്സിനാൽ വഴി നടത്തണം. കൃപയോട് ഉപയോഗിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.